കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിംഗ് MCQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC സിലബസ് പ്രകാരം കോസ്റ്റ് അക്കൗണ്ടിംഗ് മൊഡ്യൂളിലെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന ഏരിയയിൽ നിന്നുള്ള അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ UGC നെറ്റ് കൊമേഴ്സ് PSCയുടെ പല കൊമേഴ്സ് ലൈബ്രറി എക്സാമിന്റെ ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടെ സെറ്റ് എക്സാം അതുപോലെ പല എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്താറുള്ളത്. അല്ലാത്ത ക്വസ്റ്റ്യൻസുകളും ഉണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് മെയിൻലി ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിരുന്നു. ദ പ്രോസസ് ഓഫ് കോസ്റ്റ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, അനലൈസിംഗ്, സമറൈസിംഗ് ആൻഡ് അലോക്കേറ്റിംഗ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്രോഡക്റ്റ്, പ്രോസസ്, പ്രോഡക്റ്റ് ഓർ സർവീസ്. ഡെഫിനിഷൻ CIMAയുടെ ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അസർടൈൻമെന്റ് ആണ് ഇവിടുത്തെ മെയിൻ ഒബ്ജക്റ്റീവ്. കോസ്റ്റ് അസർടൈൻമെന്റ്, കോസ്റ്റ് കൺട്രോൾ, ഡിസിഷൻ മേക്കിംഗ്, ഇൻവെന്ററി വാലുവേഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് അപ്ലൈ ചെയ്യുന്ന ഏരിയകൾ മെയിൻ ആയിട്ട് കോസ്റ്റ് അസർടൈൻമെന്റ് തന്നെയാണ്. കോസ്റ്റ് റെക്കോർഡിംഗ്, കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ എന്നീ ഭാഗങ്ങളിലും കോസ്റ്റ് അക്കൗണ്ടിന് അത്യാവശ്യം റിലവൻസ് ഉണ്ട്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൈസിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. പ്രൈസിങ് സെറ്റ് ചെയ്യാൻ, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എന്നീ മേഖലകളിൽ കറക്റ്റ് കോസ്റ്റ് കിട്ടാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും. ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ഇതിന് റെലവൻസ് ഉണ്ട്. മാത്രമല്ല ആക്ച്വൽ കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് കമ്പയർ ചെയ്യാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനും ഇതിന് റെലവൻസ് ഉണ്ട്. പിന്നെ ഓവറോൾ എഫിഷ്യൻസി, പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് ഒരു മെയിൻ ഘടകമാണ്. നോർമലി കോസ്റ്റ് വെക്കുന്ന ഒരു ഏരിയയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വ്യത്യാസം വെച്ചിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗിന്റെ ഭാഗമാണ്. അതൊരു ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്യുക. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ യൂസ് ആണ്, മാനേജ്മെന്റ് വേണ്ടിയിട്ടുള്ളതാണ്. ഡീറ്റെയിൽഡ് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയ കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിൽ കിട്ടാറുണ്ട്. മെത്തേഡ്സും ടെക്നിക്സും അറിയേണ്ട പോയിന്റുകളാണ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നിങ്ങനെയും. ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്നത് മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ് എന്നീ രീതിയിൽ ടെക്നിക്സിന് പറയാറുണ്ട്. കോസ്റ്റ് ടെക്നിക്സും കോസ്റ്റ് മെത്തേഡ്സും ഇതിൽക്കും മാറാൻ പാടില്ല. ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നിവയാണ് കോസ്റ്റിംഗ് മെത്തേഡ്സ്. ലിമിറ്റേഷൻസ് ഇതിനുമുണ്ട്. എക്സ്പെൻസീവ് ആണ്. പിന്നെ സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫിന് ആവശ്യമുണ്ട്. എപ്പോഴും ഇത് ആക്യുറേറ്റ് ആവുന്നില്ല, കാരണം എസ്റ്റിമേഷന്റെ ബേസിലാണ് ചില കാര്യങ്ങൾ. പിന്നെ റെസിസ്റ്റൻസ്, എംപ്ലോയി റെസിസ്റ്റൻസിന്റെ ഭാഗമാണ്. നമുക്ക് MC ക്വസ്റ്റ്യൻസ് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ? അല്ല, അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ട്. അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ്, ഒബ്ജക്റ്റീവ് ആയിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടൊക്കെ ആദ്യം എണ്ണി പറഞ്ഞ പോയിന്റ് അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ് തന്നെയാണ്. അപ്പൊ ശരിയായ ആൻസർ ഇവിടെ അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ആണ്. പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസും എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ഒക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഭാഗമായിട്ട് നടന്നോളും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ്? കോസ്റ്റ് അക്കൗണ്ടിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഇപ്പൊ എണ്ണി പറഞ്ഞിട്ടേ ഉള്ളൂ, അതിൽ പെടാത്ത ഒന്ന് എഴുതിയിട്ടുണ്ടാവും. അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഒബ്ജക്റ്റീവ് ആണ്. കോസ്റ്റ് കൺട്രോൾ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. ഡിസിഷൻ മേക്കിംഗ് അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്, ഇന്റേണൽ പർപ്പസ് ആണല്ലോ. കംപ്ലൈൻസ് വിത്ത് ടാക്സ് ലോ ആയിട്ട് ഇതിന് ഡയറക്റ്റ് ബന്ധമില്ല, അതുകൊണ്ട് തന്നെ നോട്ട് ആൻ ഒബ്ജക്റ്റീവ് എന്നത് കംപ്ലൈൻസ് വിത്ത് ടാക്സ് ലോസ് തന്നെയാണ്. CIMA ഡെഫിനിഷൻ പ്രകാരം CIMA ഡിഫൈൻസ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആസ്, കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്തായിട്ടാണ് അവർ ഡിഫൈൻ ചെയ്തത്? എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ? അല്ല, അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് ഫോർ കോസ്റ്റ്, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആസ് പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് ഫോർ കോസ്റ്റ് ആണ്. തീർച്ചയായിട്ടും അത് B ഓപ്ഷനായ പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് ഫോർ കോസ്റ്റ് ആണ്. റിപ്പോർട്ടിംഗ് ഓഫ് പ്രോഫിറ്റ്സ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ, ജോബ് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ, ജോബ് കോസ്റ്റിംഗ് ഏത് ഇൻഡസ്ട്രിക്കാണ് സ്യൂട്ടബിൾ? സ്റ്റീൽ ഇൻഡസ്ട്രിക്കാണോ? അല്ല. കെമിക്കൽ ഇൻഡസ്ട്രിക്കാണോ? അല്ല. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്കാണ്. കെമിക്കൽ ഇൻഡസ്ട്രിക്ക് പ്രോസസ് കോസ്റ്റിംഗ് ആണ് സ്യൂട്ടബിൾ. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അത് എന്താണ്, തികച്ചും യൂണീക്ക് ആണ്. ഓരോ കൺസ്ട്രക്ഷനും ഓരോ പ്രൊജക്റ്റുകളും ഓരോ വ്യത്യസ്ത രീതിയായിരിക്കും. അതുകൊണ്ട് തന്നെ ജോബ് കോസ്റ്റിംഗ് ആണ്. ഇത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയ ഓപ്ഷന് ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി അല്ല. അത് കേരള PSC 2019 അസിസ്റ്റന്റ് ഗ്രേഡിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത്. ഇൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ആസ് ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ് എന്നിങ്ങനെ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. കറന്റ്, നോൺ കറന്റ് എന്ന രീതിയിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാറില്ല. റവന്യൂ, ക്യാപിറ്റൽ അങ്ങനെയില്ല. അപ്പൊ ശരിയായ ആൻസർ ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ് എന്ന രീതിയിലാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് കോസ്റ്റിംഗ് ടെക്നിക് ഡീൽസ് വിത്ത് പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് ആൻഡ് വേരിയൻസ്? പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് ആൻഡ് വേരിയൻസ് ആദ്യമേ മുൻകൂട്ടി തീരുമാനിച്ച കോസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിലേക്കാണ് പോകുന്നത്.
മാർജിൻ കോസ്റ്റിംഗ് അല്ല, ജോബ് കോസ്റ്റിംഗ് അല്ല, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ല, അത് സർവീസുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ശരിയായ ആൻസർ ബി ഓപ്ഷൻ ആണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇൻഡസ്ട്രി ഈസ് പ്രോസസ് കോസ്റ്റിംഗ് മോസ്റ്റ് സ്യൂട്ടബിൾ? പ്രോസസ് കോസ്റ്റിംഗ് ഏറ്റവും അധികം സ്യൂട്ടബിൾ ആയ ഇൻഡസ്ട്രി മുകളിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. UGC നെറ്റ് കോമേഴ്സ് 2021 ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണ് ഇത്. പ്രോസസ് കോസ്റ്റിംഗ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ഓട്ടോമൊബൈൽ റിപ്പയർ ഷോപ്പ് അല്ല, അത് ജോബ് കോസ്റ്റിംഗ് ആണ് അവർക്ക് സ്യൂട്ടബിൾ. കെമിക്കൽ ഇൻഡസ്ട്രി ആണ്, കാരണം കെമിക്കൽ ഇൻഡസ്ട്രി എന്താണ്, വാസ്റ്റ് പ്രൊഡക്ഷൻ ആണ്, പിന്നെ അതിൽ എന്താ പറയാ മാസ് പ്രൊഡക്ഷൻ നടക്കുന്ന ഏരിയ ആണ്, 2 or more പ്രോസസ് അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രോസസ് കോസ്റ്റിംഗ് ആണ് കെമിക്കൽ ഇൻഡസ്ട്രിക്ക് ഏറ്റവും സ്യൂട്ടബിൾ. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് ജോബ് കോസ്റ്റിങ്ങോ അല്ലെങ്കിൽ പിന്നെ മറ്റ് മെത്തേഡുകളുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സർവീസ് ഏരിയ ആണ്, സർവീസ് ഇൻഡസ്ട്രി ആണ്, അതിന് സ്യൂട്ടബിൾ എപ്പോഴും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആയിരിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ തന്നിരിക്കുന്നതിൽ ഏതാ? നമ്മൾ ക്ലാസ് സൂചിച്ചിട്ടുണ്ടായിരുന്ന ലിമിറ്റേഷൻസ്. പ്രൊവൈഡ് കോസ്റ്റ് കൺട്രോൾ ലിമിറ്റേഷൻ അല്ല, അതിന്റെ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എക്സ്പെൻസ് ടു ഇൻസ്റ്റാൾ, അത് ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞിരുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ്. കോസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, കോസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്നതും ഇതിന്റെ എന്തല്ല ഒരു ഇതുമായി ബന്ധപ്പെട്ടല്ല. ഇംപ്രൂവ് എഫിഷ്യൻസി, നമുക്ക് ചോദിച്ചത് ലിമിറ്റേഷൻ ആണ്. ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതിന്റെ മെറിറ്റ് ആണ്, എഫിഷ്യൻസി കൂട്ടുന്നതിന്റെ മെറിറ്റ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസ് ടു ഇൻസ്റ്റാൾ എന്നതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന ചെറിയ ഏരിയയിൽ നിന്നും ഉൾപ്പെടുത്തിയത്. ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ അടക്കമുള്ളതാണ്. ക്ലാസ്സുകളുടെ നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.